ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ കരിയർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? സാധിക്കില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കരിയർ മനസ്സിലാക്കാൻ എന്തെങ്കിലും ടെസ്റ്റ് ഈ ലോകത്തിലുണ്ടോ? അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഭാഷ് ചന്ദ്ര ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, SLC, +2, ഡിഗ്രി റിസൾട്ടൊക്കെ വരുന്ന കാലഘട്ടമാണ്. റിസൾട്ട് വരുന്നതുവരെ നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക നമുക്ക് എത്രത്തോളം റിസൾട്ട് ലഭിക്കുമെന്നതിനെ കുറിച്ചായിരിക്കും. പക്ഷേ റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രശ്നം ഇനി എന്താണ് നാം ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചായിരിക്കും. പലപ്പോഴും നമ്മൾ ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും അധ്യാപകരോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ ഒക്കെ ചോദിക്കും. അക്കാഡമി രംഗത്തിലെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചേക്കാം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങൾ നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. കാരണം ഓരോ ആൾക്കാരും അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൺഫ്യൂഷൻ പലപ്പോഴും കുട്ടികളിൽ അവർ ചിലപ്പോൾ അവരുടെ തെറ്റായ മേഖല സെലക്ട് ചെയ്യാൻ കാരണമാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 10ാം ക്ലാസ്, +2, ഡിഗ്രി കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് സെലക്ട് ചെയ്യാൻ അവർക്ക് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും മാർഗം നിലവിലുണ്ടോ? അത്തരം എന്തെങ്കിലും മാർഗം നിങ്ങൾ ഇതുവരെ സെലക്ട് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യും. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ സ്പെഷ്യലൈസ് ആയ ഡോക്ടറെ പോയി മീറ്റ് ചെയ്യും. ആ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? നമുക്ക് ഒരു ഏതെങ്കിലും ലാബിൽ പോയി കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ ഡോക്ടർ തരുന്ന കുറിപ്പുമായിട്ട് ഒരു ലാബിൽ പോവും. ലാബിൽ പോയിട്ട് ടെസ്റ്റുകൾക്ക് വിധേയമാവും. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, യൂറിൻ ടെസ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടുമായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ മീറ്റ് ചെയ്യും. ആ ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് എന്താണ് നമ്മളുടെ യഥാർത്ഥ പ്രശ്നമെന്നും അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്നും നമ്മളോട് പറയും. നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം. അങ്ങനെയാണ് നിങ്ങൾക്ക് അക്കാഡമിക്കായി മാറുന്ന ഇത്തരത്തിലുള്ള കരിയറുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾക്ക് ആരെയാണ് മീറ്റ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ സാധാരണഗതിയിൽ ഒരു കരിയർ കൗൺസിലറെ മീറ്റ് ചെയ്യാം. അത് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു അഭിപ്രായം പറയുന്ന ആളായിരിക്കാം. പക്ഷേ ഇന്ന് ശാസ്ത്രീയമായ ചില ടെസ്റ്റുകൾ ലോകത്തുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്ന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു 95% അക്യുറസി ഉള്ള ടെസ്റ്റുകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഇത്തരം ടെസ്റ്റുകളെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്കോ പേരൻസിനോ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പല വ്യക്തികളുടെയും അഭിപ്രായം കേട്ട് നമ്മൾ പല ഓപ്ഷൻസ് എടുക്കുന്നു, പിന്നീട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പഠന കാലഘട്ടത്തിനകത്ത് ഏതൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയമാകാം. അത് സ്കൂൾ കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു ഹൈസ്കൂൾ എഡ്യൂക്കേഷന് ശേഷം, +2 എഡ്യൂക്കേഷന് ശേഷം ആയിക്കൊള്ളട്ടെ, ഡിഗ്രി കഴിഞ്ഞായിക്കോട്ടെ, എപ്പോഴും നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ എടുക്കാം. ഈ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ അതത് കാലഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരു ടെസ്റ്റിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. ആ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായി ടെസ്റ്റുകൾ എടുക്കാം. ഈ ടെസ്റ്റ് എടുത്താൽ സ്വാഭാവികമായിട്ട് നേരത്തെ ലാബിൽ നിന്ന് കിട്ടിയ പോലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മുടെ ഒരു കരിയർ കൗൺസിലറെ മീറ്റ് ചെയ്യുന്നു. ആ കരിയർ കൗൺസിലർ നിങ്ങളുടെ റിപ്പോർട്ട് നോക്കിയിട്ട് ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം തരുന്നു. ഞാൻ ഇത് പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മളുടെ ഒരു കരിയർ കൗൺസിലർമാർക്ക് ഒരുപാടൊന്നും ഉള്ള കരിയേഴ്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്നില്ല. ലോകത്ത് ഇന്ന് 3 ലക്ഷത്തിലധികം കരിയേഴ്സ് ഉണ്ട്. നമുക്ക് ആകെ അറിയുന്നത് 10, 50, 100 കരിയേഴ്സാണ്. ഈ 3 ലക്ഷം കരിയേഴ്സിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഓപ്റ്റ് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. അവിടെ നമുക്കൊരു സിസ്റ്റത്തിന്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അസസ്മെന്റ് ടെസ്റ്റുകൾ എടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ ചോയ്സിലേക്ക് പോകാം. അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭാവിയിലേക്ക് നിങ്ങളുടെ പഠനമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കരിയർ അസസ്മെന്റുകൾ കൃത്യമായി എടുത്ത് അതൊരു കരിയർ കൗൺസിലറെ കൊണ്ട് സംസാരിച്ച് അതിനുശേഷം നിങ്ങൾ ഒരു സെലക്ഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായ ലക്ഷ്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടം ഒരുപാട് കോമ്പറ്റീഷന്റെ കാലഘട്ടമാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ കരിയേഴ്സിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല ഏരിയകളിലും ഇന്ന് ജോലി സാധ്യതകൾ കുറവാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റു ചില ഏരിയകളിൽ ജോലി സാധ്യത കൂടുതലായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായി വളരെ സ്കൂൾ ലെവൽ മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ പഠന കാര്യത്തിലൊക്കെ മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ, നാം സെലക്ട് ചെയ്യുന്ന കോഴ്സുകളൊക്കെ ആ രീതിയിൽ ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അത്തരം കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കരിയർ അസസ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങളിപ്പോൾ ഇത്തരം കാര്യത്തിൽ കൺഫ്യൂഷനുള്ള ആൾക്കാരാണോ?
എങ്കിൽ നിങ്ങൾക്ക് ഒരു കരിയർ അസസ്മെന്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു കരിയർ അസസ്മെന്റ് എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക്, എന്നെ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലുള്ള കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്, ഒരുപാട് കരിയർ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് കുട്ടികളോട് പറയുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതിക്കെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളൊരു സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഈ കരിയർ അസസ്മെന്റ് ടെസ്റ്റ്. ഇന്നത്തെ കരിയർ അസസ്മെന്റ് ടെസ്റ്റുകളെല്ലാം AI ബേസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു 95% അക്യുറസി കിട്ടാൻ ഈ അസസ്മെന്റ് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും. സോ ഇത്തരം അസസ്മെന്റ് ടെസ്റ്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ കൃത്യമായി സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ കാണുന്ന മുഴുവൻ പേരൻസും കുട്ടികളും ഈ വീഡിയോ മാക്സിമം പേരൻസിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.